ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജോർജ് മാത്യു, മുംബൈ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ഇന്ത്യ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഗത്സമന തോട്ടത്തിൽ നാം കാണുന്ന കർത്താവിനെ ഭക്തിയോടും ആദരവോടും കൂടെ ശ്രദ്ധിപ്പാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. 18-ാം അധ്യായം 4-ാം വാക്യം. തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം കടന്നു വരുന്ന യൂദയോടും കൂട്ടരോടുമായി ചോദിക്കുന്ന ചോദ്യമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ്. കർത്താവിന് നേരിടുവാനുള്ളത് എല്ലാം എന്ന് നാം പറയുമ്പോൾ പിടിക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്നതെല്ലാം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഉപദ്രവങ്ങൾ, തുപ്പൽ, വെല്ലുവിളികൾ, കണ്ണുകെട്ടിയുള്ള അടി, കോലുകൊണ്ടുള്ള അടി, ചാട്ടവാറുകൊണ്ടുള്ള അടി, അനേക ഇടങ്ങളിൽ തനിക്കെതിരായി സംസാരിക്കുന്ന മനുഷ്യരുടെ വെല്ലുവിളികൾ, ന്യായവിധികൾ, കുരിശിൻ്റെ ചുമക്കുന്ന ആ സംഭവങ്ങൾ, ഇവയെല്ലാം ചേർത്താണ് തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം അറിഞ്ഞ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനും അതിനെ ലൗകികമായി ശാരീരികമായി ചിന്തിക്കുവാനോ മനസ്സ് ഒന്ന് ധൈര്യപ്പെടുത്തുവാനോ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യം, നമുക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ടും നമുക്ക് ആവശ്യത്തിന് ധൈര്യമോ സമാധാനമോ ഇല്ല എന്നുള്ളതാണ്. ആശങ്കാകുലരായി നാം കഴിയുമ്പോൾ കർത്താവ് എല്ലാം തനിക്ക് സംഭവിക്കാനുള്ളത് എല്ലാം അറിഞ്ഞ് അതിൽ നിന്നും മാറിപ്പോകുവാൻ യാതൊരു വിധത്തിലും അനുവാദമില്ല. അതിലൂടെ കടന്നുപോയേ തീരുകയുള്ളൂ. അത് സംഭവിക്കും എന്ന് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൻ്റെ അറിവിലുള്ളതാണ്. താൻ മുമ്പോട്ട് വന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒന്നാമതായി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവം നമുക്ക് ധ്യാനിക്കുവാൻ മതിയായ ഒരു സത്യമായിട്ട് ഇവിടെ നിൽക്കുന്നു. രണ്ടാമതായി മനുഷ്യൻ എന്തെല്ലാം പാപം ദൈവത്തിൻ്റെ ഈ തീരുമാനത്തിനെ പിൻവലിക്കുവാൻ തക്കവണ്ണം മതിയായ നിലയിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവസ്നേഹത്തിൽ കർത്താവ് അന്നേരവും മുമ്പോട്ട് ചെന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ തോട്ടം നമ്മെ ഓർപ്പിക്കുന്നത് ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് നാം കാണുന്ന ഏദൻ തോട്ടമാണ്. അവിടെ പാപമില്ലായിരുന്നു. അവിടെ മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ദൈവത്തെ നാം കാണുന്നു. എന്നാൽ ഇവിടെ വ്യത്യാസം, ദൈവത്തെ അന്വേഷിച്ച് വരുന്ന മനുഷ്യരെയാണ്. അവിടെ ദൈവം അന്വേഷിച്ചത് അവൻ്റെ നന്മയ്ക്കാണെങ്കിൽ ഇവിടെ കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ ആണ് ഈ മനുഷ്യർ വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ മനുഷ്യൻ ഒളിച്ചിരിക്കുകയാണ്. ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. ഇവിടെ തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം അറിഞ്ഞ് അവൻ മുമ്പോട്ട് ചെന്നു, പുറത്തു ചെന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തൊരു വ്യത്യാസം! അവിടെ ദൈവത്തിൻ്റെ കയ്യിൽ മനുഷ്യനാണ്. ആദമോ ഹവ്വയും ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതരാണ്. അവർ പാപം ചെയ്തു വീണു എങ്കിലും അവരുടെ ഭാവിയെ ഓർത്ത്, അവരുടെ നന്മയെ ഓർത്ത് അവരെ വസ്ത്രം ഉടുവിപ്പിച്ച് വീണ്ടും പാപത്തിൻ്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കേണ്ടതിന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതെ അവരെ പുറത്തേക്ക് വിടുകയാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നവരും അവനെ പിടിച്ച് അവനെ കൊല്ലുവാൻ ഉള്ള ലക്ഷ്യത്തോടു കൂടെ കൊണ്ടുപോകുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്ന് എബ്രായർ പറയുന്നു. എന്നാൽ
ദൈവം മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്നത് എന്താണ് എന്ന് ആ ചരിത്രം, ക്രൂശിൻ്റെ ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇതിലേതാണ് ഭേദമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. തീർച്ചയായിട്ടും മനുഷ്യന് ദൈവത്തോട് ചെയ്യുന്നതിന് നിത്യസ്വഭാവങ്ങളില്ല. കാരണം അവൻ പരിമിതിയുള്ളവനാണ്. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ ശിക്ഷിച്ചാൽ അത് നിത്യദണ്ഡനമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. അങ്ങനെ ഗെത്സമന തോട്ടത്തിന് പലവിധമായിരിക്കുന്ന പ്രത്യേകതകൾ ഏതും തോട്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ കർത്താവ് തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. അതെ, അവൻ പുറത്തു ചെന്നില്ലായിരുന്നെങ്കിൽ, അവൻ ഒളിച്ചിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യവർഗത്തിൻ്റെ ഗതി എന്തായേനെ? അവൻ പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കർത്താവ് തന്നെ തിരയുന്നവർക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉള്ള മനസ്സോടുകൂടിയാണ് അവരോട് ചോദിച്ചത്. ആ കൂട്ടത്തിൻ്റെ ഭയങ്കരത്വം നാം മനസ്സിലാക്കേണ്ടതും ഈ തരുണത്തിൽ ആവശ്യമാണ്. കാരണം യൂദാസിൻ്റെ ഉള്ളിൽ സാക്ഷാൽ പിശാച് തന്നെയാണ് വസിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ നമുക്ക് സുവിശേഷങ്ങളിൽ വളരെ നന്നായി കാണുവാനായിട്ട് കഴിയും. എന്നാൽ സാക്ഷാൽ പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥ അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ കർത്താവിനെ കാണുമ്പോൾ നിലവിളിക്കുന്നു. എന്നാൽ പിശാച് യൂദയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ യൂദാസോ പിശാചോ നിലവിളിക്കുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ അനേക ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ കഴിയും. എല്ലാത്തിൻ്റെ ഉത്തരം പറയുവാൻ ഈ ക്ലിപ്പിൽ എനിക്ക് സാധിക്കില്ല. എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചിന്തിക്കുവാൻ ഒരു സാവകാശം ലഭിക്കത്തക്കവണ്ണം ഞാൻ ചോദിക്കാം എന്ന് ചിന്തിക്കുകയാണ്. ഒന്നാമതായിട്ട്, കർത്താവിനെ പിടിക്കുവാൻ വന്ന ആളിൻ്റെ എണ്ണം, കൂട്ടം, അവരെത്ര പേരായിരിക്കും ശരാശരി ഏകദേശം എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ പ്രാധാന്യം പിന്നീട് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, അശുദ്ധാത്മാക്കളിൽ പിടിക്കപ്പെട്ടത് കൂടാതെ ഇവിടെ യൂദാസ് പിശാച് വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിശാച് ഈ വണ്ണം യൂദാസിലല്ലാതെ വേറെ എവിടെയെങ്കിലും വസിച്ചതായി ദൈവവചനം രേഖപ്പെടുത്തുന്നുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. അശുദ്ധാത്മാക്കളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മനുഷ്യരെ പിശാചെന്ന് വിളിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം, പിശാച് നേരിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന വചനത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യൻ ബൈബിളിലുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം ശ്രോതാക്കൾക്ക് ചിന്തിച്ച് എടുക്കാവുന്നതാണ്. അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇതെല്ലാം അറിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ പുറകിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പറ്റം ശിഷ്യന്മാരുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് ഇവിടെ വെച്ചൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ അത്ഭുതം മുഖാന്തരം കടന്നു വന്നവർ എല്ലാവരും ഞങ്ങൾ നസ്രയനായ യേശുവിനെ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ഞാനാകുന്നു എന്ന് പറയുകയും അവരൊക്കെയും വീഴുവാനും ഇടയായിത്തീർന്നു. കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നാം കാണുന്നത് അവർക്ക് പ്രയോജനമുള്ളതായിട്ടാണ്. എന്നാൽ ഇവിടെ വീഴുന്നതായിട്ടാണ്. ഇങ്ങനെ ഉപദ്രവമുണ്ടാകുന്ന, ദോഷമുണ്ടാകുന്ന ഒരു അത്ഭുതം കർത്താവ് എന്തുകൊണ്ട് പ്രവർത്തിച്ചു? ഈ ചിന്തകൾ നമുക്ക് ഏറെ ഈ ഭാഗം ധ്യാനിപ്പാനും ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കുവാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.